എവറിബഡി. അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഒരു കോൺസെപ്റ്റ്, ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ അക്കൗണ്ടൻസിയുടെ ഏതൊരു ടോപ്പിക് എടുത്ത് നോക്കിയാലും അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് തറവാവുകയാണ് എന്നുണ്ടെങ്കിൽ, ആ കോൺസെപ്റ്റ്, ആ ബേസ് കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെടുത്താൽ നിങ്ങൾക്ക് ഏതൊരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് ലോജിക്സ് ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റാവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് നമ്മുടെ 12th ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് തന്നെയാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ക്ലിയർ ആക്കാൻ പോകുന്നത്, തറവാക്കാൻ പോകുന്നത്. അപ്പം എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്ന കാര്യം അറിയുന്നതിന് മുന്നേ ആ വേർഡിൻ്റെ മീനിങ്, അതായത് എന്താണ് ഡിസൊല്യൂഷൻ എന്ന കാര്യത്തിനെ കുറിച്ച് ഒരു ധാരണ വേണം അല്ലേ. ഡിസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് ഡിസോൾവ് ആവുന്നുണ്ട്. എന്താണ് ഇവിടെ ഡിസോൾവ് ആവുന്നത്? സംതിങ് ഇസ് ഗോയിങ് ടു എൻഡ്, അതായത് ഒരു എൻഡിലോട്ട്, ഒരു ക്ലോസ് ഡൗൺ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പം തന്നെ ഡിസൊല്യൂഷൻ, ഓക്കെ, ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പം തന്നെ അത് രണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ആൻഡ് അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു അഗ്രിമെൻറ്റ്, അതായത് പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റ് ഉണ്ടല്ലോ, ആ അഗ്രിമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പം. സോ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സംഭവിക്കുമ്പം അവിടെ എന്താണ് ആദ്യം ഉണ്ടാവുന്ന? പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ള ഒരു ഡിസൊല്യൂഷൻ ആണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അഡ്മിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് വരുമ്പം, ഡെത്ത് ഓഫ് പാർട്ട്ണർഷിപ്പ്, റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ഇതെല്ലാം വരുമ്പം അവിടെ എന്താ ആദ്യം സംഭവിക്കുന്നത്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ് ആദ്യം സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വെച്ചാൽ, ആ ബിസിനസ് തന്നെ, ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തന്നെ ഒരു എൻഡിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് അവിടെ ഒരു സെയിൽ ഓഫ് അസറ്റ് സംഭവിക്കുന്നുണ്ട്, അതുപോലെ ലയബിലിറ്റീസ്, അതായത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് തീർക്കുന്നുണ്ട്, വിൽക്കാനുള്ളതൊക്കെ വിറ്റ് തീർക്കുന്നുണ്ട്. എന്നാലല്ലേ ആ കമ്പനി ലാസ്റ്റ് ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. യെസ്, ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പം അതാദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇൻ പാർട്ട്ണർഷിപ്പ് ആക്ട് മേക്സ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. അതിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് മീൻസ് ടെർമിനേഷൻ ഓഫ് ദ ഫേം ഡ്യൂ ടു അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ആ ഒരു പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ട്ണറിൻ്റെ ഡെത്ത് ഉണ്ടാവുകയോ, ഇല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഉണ്ടാവുകയോ, ഇല്ലെങ്കിൽ ഒരു ന്യൂ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഉണ്ടാവുകയോ ചെയ്യുമ്പം അവിടെ ആദ്യം എന്താണ് സംഭവിക്കുന്നത്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ഇല്ലെങ്കിൽ ആ ഒരു അഗ്രിമെൻറ്റ് ഡിസോൾവ് ആയി പോകുന്നുണ്ട്. ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് മേ ഓർ മേ നോട്ട് റിസൾട്ട് ഇൻ ക്ലോസിംഗ് ഡൗൺ ഓഫ് ബിസിനസ്. അവിടെ ബിസിനസ് ഇല്ലാണ്ടായി പോവുകയല്ല ചെയ്യുന്നത്, പകരം ആ പാർട്ട്ണർഷിപ്പ് മാത്രം, ആ ഒരു അഗ്രിമെന്റിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ആസ് ദ റിമൈനിങ് പാർട്ട്ണർ മേ അഗ്രി ടു ക്യാരി ഓൺ ദ ബിസിനസ് അണ്ടർ ദ ന്യൂ അഗ്രിമെൻറ്റ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ന്യൂ അഗ്രിമെൻറ്റ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ് ഈ ഒരു പുതിയൊരു അഗ്രിമെൻറ്റ് കൊണ്ടുവന്ന് ആ അഗ്രിമെൻറ്റ് പ്രകാരം ബാക്കിയുള്ള പാർട്ട്നേഴ്സ് അവർ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പം എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വെച്ചാൽ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം മീൻസ് ദാറ്റ് ദ ഫേം ക്ലോസസ് ഡൗൺ ദ ബിസിനസ്. യെസ്, അവിടെ ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് കംസ് ടു ആൻ എൻഡ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. Okay, on the dissolution of the firm, the assets of the firm are sold. Yes, assets ഒക്കെ സെയിൽ ചെയ്യപ്പെടും and liabilities are paid off, and out of the remaining amount the accounts of partners are settled. പാർട്ട്നേഴ്സിന് കൊടുക്കാം. ബാക്കിയുള്ള, അതായത് വിൽക്കാനുള്ളതൊക്കെ വിറ്റിട്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ ആ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് സെറ്റിൽ ചെയ്ത് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 39 ഓഫ് ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. ഈ സെക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് ഫേം മീൻസ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് among all the partners in the firm.
ആ പാർട്ട്നേഴ്സ്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള എല്ലാ പാർട്ട്ണർഷിപ്പും അവിടെ ഡിസോൾവ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ബേസിക്കലി ഒന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെയാണ് അക്കൗണ്ട്സ് ഇതിനകത്ത് വരുന്നത് എന്ന കാര്യമാണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? ഒന്ന്, സെയിൽ ഓഫ് അസറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സെയിൽ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. ലൈബിലിറ്റീസ് എന്ത് ചെയ്യപ്പെടുന്നു? ആർ പെയ്ഡ് ഓഫ്. ഓക്കെ, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ്. ക്യാപിറ്റൽ എന്ത് ചെയ്യപ്പെടുന്നു? ക്യാപിറ്റൽസ് ആർ സെറ്റിൽഡ്. റിസർവ്സ് എന്ത് ചെയ്യപ്പെടുന്നു? റിസർവ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം വരുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു അക്കൗണ്ട് വേണം. സെയിൽ ഓഫ് അസറ്റും അതുപോലെ തന്നെ ആൻഡ് ലൈബിലിറ്റീസ് പെയ്ഡ് ഓഫിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ് റിയലൈസേഷൻ ഓഫ് അക്കൗണ്ട്. അതായത് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം പഠിക്കുമ്പം നമ്മൾ നിർബന്ധമായിട്ടും എങ്ങനെയാണ് റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൽ വരേണ്ടത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ, അതായത് ക്യാപിറ്റൽ സെറ്റിൽ ചെയ്യണം ആൻഡ് റിസർവ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പം ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ബാങ്കിൽ ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെയായിരിക്കും കാണിക്കുന്നത്? ബാങ്ക് അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ് ഇപ്പം പാർട്ട്നേഴ്സ്, അതായത് ആ ഫേമിലുള്ള പാർട്ട്നേഴ്സ് തന്നെ ഏതെങ്കിലും അസറ്റ്സ് മേടിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ലൈബിലിറ്റീസ് പേ ഓഫ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ കമ്പനി പാർട്ട്നേഴ്സിന് എന്തെങ്കിലും ലൈബിലിറ്റീസ് കൊടുക്കാനുണ്ട്, മേടിക്കാനുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ഏത് അക്കൗണ്ട് ആയിരിക്കും വരയ്ക്കുന്നത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും അക്കൗണ്ട്സ് ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഒന്ന് റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെയാ? ബാങ്ക് അക്കൗണ്ട് വരും ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട, ഇച്ചിരി എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട രണ്ട് അക്കൗണ്ടാണ്. ആദ്യം റിയലൈസേഷൻ അക്കൗണ്ടും ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പം താണ്ടെ ടീച്ചർ ആദ്യം തന്നെ ആ റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ആദ്യം എന്താ പറഞ്ഞ? സെയിൽ ഓഫ് അസറ്റ് ഒക്കെ വരും. അസറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യും, ലൈബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും റിയലൈസേഷൻ, അതായത് റിയലൈസേഷൻ അക്കൗണ്ടിൽ തന്നെ എന്തെങ്കിലും ഇൻകം വന്നിട്ടുണ്ട് ആൻഡ് റിയലൈസേഷൻ സമയത്ത് എന്തെങ്കിലും എക്സ്പെൻസസ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഈ റിയലൈസേഷൻ അക്കൗണ്ടിലായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പം സെയിൽ ഓഫ് അസറ്റ് ആൻഡ് പേ ഓഫ് ലൈബിലിറ്റീസ് ഇതാണ് ഇവിടെ വരുന്നത്. ഇത് ഡെബിറ്റ് സൈഡ് ആൻഡ് ഇത് ക്രെഡിറ്റ് സൈഡ്, അതൊക്കെ നമുക്കറിയാം. ഇനി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന അസറ്റ്സ്, ഓക്കെ, ഓൾറെഡി ഉണ്ടായിരുന്ന അസറ്റ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. അസറ്റ്സ് എവിടെയായിരിക്കും വരുന്നത്? ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. എന്താ അവിടെ വരുന്നത്? ഓൾ അസറ്റ്സ്. എല്ലാ അസറ്റ്സും നമ്മളിവിടെ ബ്രോഡ് ഡൗൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും ഡെപ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോസ് വാല്യൂ ആയിരിക്കും നമ്മളിവിടെ കാണിക്കുന്നത്. എന്താണ് ഗ്രോസ് വാല്യൂ എന്ന് വെച്ചാൽ, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം, ഇതൊന്നും നോക്കണ്ട. അതായത് നമ്മളിപ്പോൾ ബാലൻസ് ഷീറ്റ് എഴുതുന്നുണ്ടല്ലേ, ഇല്ലെങ്കിൽ ഞാനിവിടെ എഴുതാം. ഓക്കെ, നമ്മളിപ്പോൾ ബാലൻസ് ഷീറ്റ് എഴുതുന്നുണ്ടല്ലേ, ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡെപ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും ഇവിടെ കാണിക്കുന്നത്? ഡെപ്റ്റേഴ്സ് 1,10,000 ആണെന്ന് വെച്ചോ. അതിൻ്റെ കൂട്ടത്തിൽ പ്രൊവിഷൻസ് നമ്മൾ എന്ത് ചെയ്യും? പ്രൊവിഷൻസ് നമ്മൾ ലെസ് ചെയ്യും. ലെസ് പ്രൊവിഷൻസ് എന്നും പറഞ്ഞ് 10,000 കാണിക്കുമ്പം നമ്മൾ ഔട്ടർ കോളത്തിൽ എത്രയായിരിക്കും? 1 lakh ആയിരിക്കും കാണിക്കുക. ഔട്ടർ കോളത്തിൽ 1 lakh ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ 1 lakh എന്ന് പറയുന്നത് നെറ്റ് വാല്യൂ ആണ്. അതായത് ഡെപ്റ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻസ് ലെസ് ചെയ്തതിന് ശേഷം
നെറ്റ് വാല്യൂ ആണ് 1 lakh എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രോസ് വാല്യൂ? ഗ്രോസ് വാല്യൂ ആണ് നമ്മുടെ ഈ 1,10,000 എന്ന് പറയുന്നത്. അപ്പോൾ ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇവിടെ കാണിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗുഡ് വിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഗുഡ് വിൽ എന്തെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ കാണിക്കും. ഇതെല്ലാം അസറ്റ്സിൻ്റെ സൈഡിലായിരിക്കും വരുന്നത്. ഇതെല്ലാം നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്ത് ഡെബിറ്റ് സൈഡിൽ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ ലൈബിലിറ്റീസും ബ്രോഡ് ഡൗൺ ചെയ്യേണ്ട. ലൈബിലിറ്റീസ് എവിടെയായിരിക്കും കാണിക്കുക? ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക. സോ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ ഓൾ ലൈബിലിറ്റീസ്. ലൈബിലിറ്റീസ് എല്ലാം നമ്മളിവിടെ കാണിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രൊവിഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, യെസ്, പ്രൊവിഷൻസ് എന്താണ്? പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ദാണ്ട ഈ 10,000 നമ്മളിവിടെ ആയിരിക്കും കാണിക്കുക. ഓക്കെ, പ്രൊവിഷൻസ്. അതുപോലെ തന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക്, ഇതെല്ലാം ലൈബിലിറ്റി സൈഡിലായിരിക്കും വരുന്നത്. ഓക്കെ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അതുപോലെ തന്നെ എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് കാണുമ്പോഴത്തേക്ക് ചില പേര് തെറ്റിദ്ധരിക്കാറുണ്ട്, അത് റിസർവ് ആണെന്ന് പറഞ്ഞ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ഇടാറുണ്ട്. അല്ല, ഇത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ടായിരിക്കും കാണിക്കുക. ഓക്കെ, ലൈബിലിറ്റി ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ, യെസ്, ഇത് EPF, എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിയലൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ അസറ്റ്സ് ഒക്കെ, അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അസറ്റൊക്കെ നമ്മൾ സെയിൽ ചെയ്തു എന്നും പറഞ്ഞ് കാണിക്കണം അല്ലേ? അപ്പോൾ സെയിൽ ചെയ്യുമ്പം നമ്മൾ എങ്ങോട്ടായിരിക്കും അത് കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലോട്ടായിരിക്കും കാണിക്കുന്നത്. നമ്മുടെ അസറ്റ് ലെസ് ആവുകയാണ് ചെയ്യുന്നത്. അസറ്റ് ലെസ് ആവുമ്പം നമുക്ക് ഇൻകം കൂടുന്നുണ്ട്. അപ്പം ക്രെഡിറ്റ് സൈഡിലോട്ടായിരിക്കും വരുന്നത്. അപ്പം ബൈ ബാങ്ക് അക്കൗണ്ട്, ബാങ്കിലല്ലേ വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഞാൻ കാണിക്കാം. സെയിൽ ഓഫ് അസറ്റ്സ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എന്നും പറഞ്ഞ് കാണിക്കും. അതുപോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിലേതെങ്കിലും ഒരു അസറ്റ് ഒരു പാർട്ട്ണറാണ് മേടിച്ചത് എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ ആ ഒരു ഫേമിൽ ഫർണിച്ചർ ഉണ്ടായിരുന്നു. പാർട്ട്ണറിൻ്റെ വീട്ടിൽ ഫർണിച്ചറിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫർണിച്ചറിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, അവർ മേടിക്കണം എന്ന് വിചാരിച്ച്. അപ്പം ഇങ്ങനെ കമ്പനി അത് വിൽക്കുന്നുണ്ട് എന്ന് കേട്ടപ്പം ഞാൻ മേടിച്ചോളാം എന്നും പറഞ്ഞ് ആ ഒരു പാർട്ട്ണറായിരിക്കും മേടിച്ചത്. ഓക്കെ, അപ്പം അത് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെ ഒരു പാർട്ട്ണറാണ് ആ ഒരു അസറ്റ് മേടിച്ചത് എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലായിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും പറഞ്ഞ് കാണിച്ചു. ഓക്കെ, അപ്പം ഇഫ് അസറ്റ്സ് ടേക്കൺ ബൈ ദ പാർട്ട്ണർ, അത് ഞാൻ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, taken by the partner, അത് നമ്മൾ കാണിച്ചു. ഇനി നമ്മുടെ ഡെബിറ്റ് സൈഡിൽ ഏതായിരിക്കും വരുന്നത്? ലയബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്തു എന്നും പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ടു ബാങ്ക്, ലയബിലിറ്റീസ് പെയ്ഡ് ഓഫ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അസറ്റ്സിൽ പാർട്ട്ണർ ഒരു അസറ്റ് മേടിച്ചതുപോലെ തന്നെ പാർട്ട്ണർ ചിലപ്പം എന്ത് ചെയ്തിട്ടുണ്ടാകാം? ഈ കമ്പനിയുടെ ലയബിലിറ്റി ചിലപ്പം പാർട്ട്ണർ ആയിരിക്കും പേ ഓഫ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരു കേസ് വരുവാണെന്നുണ്ടെങ്കിൽ യെസ്, അത് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഞാൻ പറയാം. ഇഫ് liabilities are paid by a partner. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതാണ് നമ്മുടെ, അതായത് ഇവിടം വരെ നമ്മുടെ റിയലൈസേഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കൂട്ടിയാൽ മതി. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന അസറ്റ്, ഓൾറെഡി ഉണ്ടായിരുന്ന ലയബിലിറ്റി നമ്മളിവിടെ ബ്രോഡ് ഡൗൺ ചെയ്തു. ആൻഡ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അസറ്റ്സ് ഒക്കെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ സെയിൽ ചെയ്തു എന്നും പറഞ്ഞ് കാണിച്ചു. നമ്മുടെ കയ്യിലിരുന്ന ലയബിലിറ്റീസ് ഒക്കെ ഇവിടെ നമ്മൾ എന്ത് കാണിച്ചു? പേ ഓഫ് ചെയ്തു എന്നും പറഞ്ഞ് കാണിച്ചു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ടു
റിയലൈസേഷൻ സമയത്ത് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പെൻസസ് ഇല്ലെങ്കിൽ റിയലൈസേഷൻ എക്സ്പെൻസസ് എന്ന് എഴുതാം. ഓക്കെ, റിയലൈസേഷൻ എക്സ്പെൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡെബിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക. എക്സ്പെൻസസ് ഡെബിറ്റ് സൈഡിലല്ലേ കാണിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്, പാർട്ട്നേഴ്സിന് ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും റെമ്യൂണറേഷൻ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ കാണിക്കും. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബ്രാക്കറ്റിൽ എഴുതാം റെമ്യൂണറേഷൻ. ഓക്കെ അല്ലേ? ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ വരുന്ന അല്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇത്രയും കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ലെഡ്ജറിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കും, ബാലൻസ് ഏത് സൈഡിലാണെന്ന് നോക്കും. ഇനി ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് എന്നുണ്ടെങ്കിൽ, ടോട്ടലൊക്കെ ചെയ്ത് ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ പറയുക, പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ. ഇനി ക്രെഡിറ്റ് സൈഡിലാണ് വന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ലോസ് ഓൺ റിയലൈസേഷൻ. ഓക്കെ, ഇനി ഈ ഒരു എമൗണ്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് അവരുടെ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അതായത് ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ എ ബി സി പാർട്ട്നേഴ്സിന് നമ്മൾ ആ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്ത് ചെയ്ത് കൊടുക്കും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്നത്. സിമ്പിൾ അല്ലേ? കാര്യം സിമ്പിളാണ്. ആൻഡ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഇവിടെ ഒരു നോട്ടായിട്ട് ടീച്ചർ തന്നിട്ടുണ്ട്. ഇഫ് നോ ഇൻഫർമേഷൻ ഇസ് ഗിവൻ അബൌട്ട് ആൻ അസറ്റ്, ഒരു അസറ്റിന്റെ വാല്യൂ ഇത്ര രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്തത് എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതൊരു ടാഞ്ചിബിൾ അസറ്റിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെയിൽസ് അറ്റ് ബുക്ക് വാല്യൂ എത്രയാണോ ആ ബുക്ക് വാല്യൂ നമുക്ക് സെയിൽ ചെയ്താൽ മതി. ഓക്കെ, സെയിൽ ചെയ്തു എന്നും പറഞ്ഞ് കാണിച്ചാൽ മതി. ഇനി ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ നിൽ. ഓക്കെ, ഇനി ഇഫ് നോ ഇൻഫർമേഷൻ ഇസ് ഗിവൻ അബൌട്ട് ലയബിലിറ്റി ദെൻ പേ അറ്റ് ബുക്ക് വാല്യൂ. ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ജേർണൽ എൻട്രി നമുക്ക് പിന്നെ നോക്കാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ അക്കൗണ്ടും കൂടെ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി, അതായത് ഈ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയായിരിക്കും വരിക, നോൺ അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റ് വരും, കറണ്ട് അസറ്റ്സ് വരും, പിന്നെ നോൺ കറണ്ട് അസറ്റ് വരും, കറണ്ട് അസറ്റ് വരും. അതുപോലെ തന്നെ ഇവിടെ നോൺ കറണ്ട് ലയബിലിറ്റി വരും ആൻഡ് കറണ്ട് ലയബിലിറ്റി വരും അല്ലേ. അതുപോലെ തന്നെ റിസർവ്സ് കാണും ആൻഡ് ക്യാപിറ്റൽസ് കാണും. ഈ നോൺ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ് ഒക്കെ നമ്മൾ എവിടെ, റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഈ ലയബിലിറ്റീസ്, നോൺ കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നതെല്ലാം നമ്മൾ അതും റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കി വരുന്നത് ഈ റിസർവ്സും ക്യാപിറ്റൽസും ആണ്. ഇതാണ് നമ്മൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് റിസർവ്, അതായത് ഈ റിസർവ്സ് ആൻഡ് ക്യാപിറ്റൽ ഉള്ളത് എക്സിസ്റ്റിംഗ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യണം ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. ഇപ്പം അതാണ്ട് എക്സ് എന്നൊരു പാർട്ട്ണർ, വൈ എന്നൊരു പാർട്ട്ണർ, എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അത്രയും പാർട്ട്നേഴ്സിന്റെ കോളം വരയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി റിസർവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബൈ റിസർവ്സ് കാണിക്കുക. ഇനി എന്താണ്, ബൈ ഈ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഞാൻ ഇവിടെ പറഞ്ഞ കണക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിയലൈസേഷൻ അക്കൗണ്ടിൽ ഒരു പെർട്ടിക്കുലർ പാർട്ട്ണർ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ കാണിക്കണം. ഓക്കെ, അപ്പം അത് ഏത്, ഇപ്പം എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ കോളത്തിൽ എഴുതണം, അല്ലെങ്കിൽ വൈ ആണ് അത് പേ ഓഫ് ചെയ്തത് എന്നുണ്ടെങ്കിൽ വൈൻ്റെ കോളത്തിൽ എഴുതുക. അപ്പം എങ്ങനെ എഴുതും, റിയലൈസേഷൻ അക്കൗണ്ട് ലയബിലിറ്റി പെയ്ഡ്. അതിപ്പം എന്താണ്ട് എക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് എന്നും പറഞ്ഞ്
കാണിച്ചിട്ട് ഇവിടെ എമൗണ്ട് എഴുതിയിട്ട് ഇവിടെ നമ്മൾ നില്ല് കൊടുക്കും. ഇനി തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നില്ല് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ എഴുതും. ഓക്കെ അല്ലേ? അത് നമുക്കറിയാം. പിന്നെന്താണ്, ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഇത് ഡെബിറ്റ്, ഇത് ക്രെഡിറ്റ്. ഓക്കെ, 2 റിയലൈസേഷൻ. എന്തുവായി റിയലൈസേഷനിൽ വരുന്നത്? അസറ്റ്സ്. അസറ്റ്സ് ടേക്കൻ ഓവർ ബൈ ദ പാർട്ട്ണർ. ഏത് പാർട്ട്ണർ ആണെന്നുണ്ടോ ആ പാർട്ട്ണറിന്റെ കോളത്തിൽ നമ്മൾ ആ ഒരു എമൗണ്ട് എഴുതും. അതുപോലെ തന്നെ 2 ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരുമ്പോഴത്തേക്ക് ക്രെഡിറ്റ് സൈഡിൽ വരും. ആൻഡ് ലോസ് ഓൺ റിയലൈസേഷൻ ഓഫ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഡെബിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, സോ ഇവിടെ നമ്മൾ എങ്ങനെയായിരിക്കും കാണിക്കുന്നത്? ടു ലോസ് ഓൺ റിയലൈസേഷൻ, ഓരോ പാർട്ട്ണറിന് എത്ര രൂപ വെച്ചാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് കാണിക്കുക. ഇല്ലെങ്കിൽ ബൈ പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ. ഓക്കെ അല്ലേ? പിന്നെ എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടു ബാങ്ക് അക്കൗണ്ട്, അതും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ ചെയ്യുക. ടോട്ടല് എവിടെയാണോ ബാലൻസ് വരുന്നത് എന്നുണ്ടെങ്കിൽ യെസ്, ഇത് ഈ ടു ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാലൻസ് ആണ്. ഞാൻ BF എന്ന് എഴുതാം. ബാലൻസിങ് ഫിഗർ നമ്മൾ എങ്ങോട്ടോട്ടായിരിക്കും മാറ്റുന്നത്? ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും മാറ്റുന്നത്. ഇതാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇവിടെ കണ്ടുപിടിച്ചു. ആൻഡ് ബാലൻസ് വരുന്നത് ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. BF എന്ന് വെച്ചാൽ ബാലൻസിങ് ഫിഗർ ആണ്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും അക്കൗണ്ടാണ്. റിയലൈസേഷൻ അക്കൗണ്ട് മനസ്സിലായി, ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടും നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ ജേർണൽ എൻട്രി. അപ്പൊ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് മനസ്സിലായപ്പം തന്നെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ജേർണൽ എൻട്രിയും കൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാ ആദ്യം വരുന്നത്? ആദ്യം നമ്മൾ എന്താ എഴുതിയത്? യെസ്, ലയബിലിറ്റീസ് നോക്കാം. ലയബിലിറ്റീസ് എന്ന് പറയുമ്പം റിയലൈസേഷൻ ക്രെഡിറ്റ് സൈഡിലാണുള്ളത് അല്ലേ? അപ്പൊ റിയലൈസേഷൻ ക്രെഡിറ്റ് ആവുമ്പം റിയലൈസേഷൻ ക്രെഡിറ്റ് ആവുമ്പം എന്ത് ഡെബിറ്റ് ആവും? ലയബിലിറ്റീസ് ഡെബിറ്റ് ആവും. അങ്ങനെയല്ലേ ഇത് വരേണ്ടത്? അപ്പം നമ്മൾ എങ്ങനെയാ എൻട്രീസ് എഴുതുന്നത്? ആദ്യം ഇവിടെ ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ലയബിലിറ്റീസ് അക്കൗണ്ട്, liabilities account, debtor to realization account. റിയലൈസേഷൻ അക്കൗണ്ട്. അതുപോലെ തന്നെ അസറ്റ്സ് എങ്ങനെയായിരിക്കും കാണിക്കുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റാർ ടു അസറ്റ് അക്കൗണ്ട്. ഓൾ അസറ്റ്സ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ രണ്ടെണ്ണം മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതാണ്ട് നോക്കിക്കേ. യെസ്, ബാങ്ക് അക്കൗണ്ട് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്തു. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? റിയലൈസേഷൻ ഡെബിറ്റ് ആവുമ്പം റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ആവുമ്പം ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നു. അതായത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റാർ ടു ബാങ്ക് അക്കൗണ്ട്. അതായത് ലയബിലിറ്റീസ് ബീൻ പെയ്ഡ് ഓഫ്. അതായിരിക്കും നമ്മളത് കാണിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇതിന്റെ അസറ്റ്സ് ബീയിങ് സോൾഡ് ഓഫ് എന്ന് പറയുന്ന കാണിക്കുന്ന എങ്ങനെയായിരിക്കും? ബൈ ബാങ്ക് അക്കൗണ്ട് debtor to realization account. Assets been sold off. ഇങ്ങനല്ലേ വരിക? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്തൊക്കെയാ ബാക്കിയുള്ളത്? ഇനി നമുക്ക് യെസ്, റിയലൈസേഷൻ അക്കൗണ്ട് ഇതൊക്കെ നമ്മൾ എഴുതി. ഇനി ഒരു പക്ഷേ
ഈ റിയലൈസേഷൻ അക്കൗണ്ടിൽ സെയിൽസ് വന്ന ഒരു പാർട്ട്ണറാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ, മനസ്സിലായോ, ഒരു പാർട്ട്ണറാണ് ആ ഒരു പെർട്ടിക്കുലർ അസറ്റ് മേടിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും കാണിക്കുന്നത്? നമ്മൾ കാണിക്കും റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് debtor to റിയലൈസേഷൻ അക്കൗണ്ട്. അതുപോലെ തന്നെ ഒരു ലയബിലിറ്റി ഒരു പാർട്ട്ണറാണ് പേ ചെയ്തത് എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് റിയലൈസേഷൻ അക്കൗണ്ട് debtor to പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അതുപോലെ തന്നെ റിസർവ്സിന്റെ കാര്യത്തിൽ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആവുമ്പം റിസർവ്സ് ഡെബിറ്റ് ആവുമായിരിക്കും. ക്യാപിറ്റൽ ക്രെഡിറ്റ് ആവുമ്പം റിസർവ്സ് ഡെബിറ്റ് ആവുമായിരിക്കും ചെയ്യുന്നത്. അപ്പം എങ്ങനെയായിരിക്കും വരുന്നത്? റിസർവ്സ് അക്കൗണ്ട് debtor to ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെന്താ വരുന്നത്? നമുക്ക് നമ്മുടെ സെറ്റിൽ ഓഫ് ചെയ്തു, അതായത് പാർട്ട്നേഴ്സിന് സെറ്റിൽ ഓഫ് ചെയ്തത് എങ്ങനെയായിരിക്കും കാണിക്കുന്നത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് debtor to ബാങ്ക് അക്കൗണ്ട് എന്നല്ലേ കാണിക്കുക? യെസ്, ഇത്രയും ജേർണൽ എൻട്രീസ് ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എന്തൊക്കെയാണ് അവിടെ നോക്കിയത്? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 അക്കൗണ്ടാണ് നമുക്കിവിടെ വരയ്ക്കാനുള്ളത്. ഒന്ന് റിയലൈസേഷൻ അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും. റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു കാണിച്ചത്? നമ്മൾ എന്തൊക്കെയാണ് ഏതൊക്കെ അസറ്റ്സ് ആണ് സെയിൽ ചെയ്തത്, ഏതൊക്കെ ലയബിലിറ്റീസ് ആണ് പേ ഓഫ് ചെയ്തത് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പെർട്ടിക്കുലർ ആയിട്ട് കാണിച്ചത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ വരും എന്ന കാര്യം നോക്കി. എന്നിട്ട് ജേർണൽ എൻട്രീസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാര്യം, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.